രാവിലെ തന്നെ ശില്പത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പണിയെല്ലാം ഇതെല്ലാം ഇഷ്ടമാണ് കാണാനും എല്ലാം. പക്ഷേ എനിക്കിത് അറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നോ അതിൻ്റെ ഒരു വസ്തു എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയടിയെല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് അരുണാടിൻ്റെ അച്ഛൻ്റെ പണിസ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശില്പമാണ് കേട്ടോ. അരുണാടിൻ്റെ അച്ഛൻ ഇതുപോലെ നന്നായിട്ട് ശില്പം ഉണ്ടാക്കുന്നതാണ്. അച്ഛനിപ്പം പണിയെടുക്കുന്ന സൈറ്റിൽ ഒരുപാട് തിരക്കുള്ളതുകൊണ്ടാണ് അച്ഛൻ ഇവരെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത്. അച്ഛൻ്റെ 2 ഫ്രണ്ട്സുകളാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് ശില്പമുണ്ട് കേട്ടോ. അച്ഛൻ ഉണ്ടാക്കിയ കുറേ ശില്പമുണ്ട്. അപ്പോൾ ഇത് ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈപ്പക്ക ഫ്രൈയും ബീട്രൂട്ട് വറവാക്കിയിട്ടുണ്ട്, മീൻ കറി വെച്ചിട്ടുണ്ട്, ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഞണ്ട് കറിയാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ നമ്മൾ സാമ്പാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എറണാകുളപ്പം അങ്ങോട്ട് പോയി നോക്കിയിന്. അപ്പോൾ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് മാമൻ്റെ മോനും ഉണ്ട്, എൻ്റെ ചേച്ചീൻ്റെ മോളും രണ്ടാളും ഉണ്ട് കേട്ടോ. അരുണാടിന് മാലാൻ പിടിക്കാൻ വേണ്ടിയിട്ട് 2 കുപ്പിയെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിയിലാണ്. നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച കുപ്പിയൊന്നും എടി നോക്കിയിട്ട് കാണുന്നില്ല, അത് എവിടെയാണ് പോയിന്ന് തന്നെ അറിയില്ല. അവർ മീൻ പിടിക്കുന്നുണ്ട്. അതാ നമ്മളിവിടെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പുഴേൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പഴംപൊരിയും നമ്മളെ കിഴങ്ങ് പൊരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. മാമനും ഒരാളിന് ഇടുന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ ഏച്ചി വന്നിട്ടുണ്ട് മോളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏച്ചി മോളെയും കൂട്ടിയിട്ട് പോയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വൈകുന്നേരം പഴംപൊരിയും കിഴങ്ങെല്ലാം കഴിച്ചിട്ട് ഇന്നത്തെ ഈവനിങ് നമ്മളിങ്ങനെ എൻഡ് ചെയ്തു.